ഹായ് ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ്. നമ്മളിന്നൊരു 10 മോർ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാൻ പോവാണ്. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അണ്ടർ വിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എനർജി ഈസ് ഇൻക്ലൂഡഡ്. അതായത് നമുക്ക് ഏകദേശം 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ് വരുന്നത്. ഓരോ ഗോൾസിൻ്റെ അണ്ടറിലും നമുക്ക് എന്തുണ്ട്, ഓരോ സെക്ടർ വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറി എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗോളിൽ എന്താ പറയുന്നത്, നോ പോവേർട്ടി ആണ് പറയുന്നത്. സെക്കൻഡിൽ സീറോ ഹങ്കർ ആൻഡ് തേർഡ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീൻ. ഫോർത്തിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഫിഫ്ത്ത് ജെൻഡർ ഇക്വാലിറ്റി. പിന്നെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആൻഡ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി അല്ലേ. സെവൻത്ത് വണ്ണാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സെവൻത്ത് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. സെവൻത്ത് വണ്ണാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ എന്താ വരുന്നത്, 8th ഗോളായിട്ട് ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. 9th ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ദി ഇൻഫ്രാസ്ട്രക്ചർ. 10th റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റി. 11th സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് ദി കമ്മ്യൂണിറ്റീസ്. 12th റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് ദി പ്രൊഡക്ഷൻ. 30th ക്ലൈമറ്റ് ആക്ഷൻ. 40th ലൈഫ് ബിലോ വാട്ടർ ആൻഡ് 50th ലൈഫ് ഓൺ ലാൻഡ്. 16th എന്താ വരുന്നത്, പീസ് ജസ്റ്റിസ് ആൻഡ് ദി സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് 17th എന്താ വരുന്നത്, പാർട്ട്ണർഷിപ്സ് ഫോർ ദി കോൾസ് ആണ് വരുന്നത്. സോ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 7th ഗോളായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ ക്ലീൻ എനർജി വരുന്നത് അല്ലേ. ക്ലീൻ എനർജി ഏത് ഗോളിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്, 7th ഗോളിൻ്റെ അണ്ടറിലാണ് ക്ലീൻ എനർജി വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഗോളിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നമുക്ക് മാത്സ് ഫോളോയിങ്ങിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ്, 7th ആണ് അല്ലേ. So B is the correct answer. Okay. Then 12th question. Given below are the two statements. Narasimham Committee recommended a reduction of the SLR and the CRR. Statement 2. Narasimham Committee recommended that directed credit program should be promoted. സോ ഇവിടെ നമുക്കറിയാം രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, നരസിംഹം കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്താണ്, SLRഉം അതുപോലെ തന്നെ CRRഉം കുറയ്ക്കണം എന്നുള്ളത് അല്ലേ. റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ? സോ ഇതിന് കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് കറക്റ്റ് ആൻസർ. കാരണം എന്താണ്, SLR എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. എന്താണ്, ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കും സ്വന്തം കയ്യിൽ ഓവൺ റിസർവ് ആക്കി വെക്കേണ്ട ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, SLR എന്ന് പറയുന്നത്. CRR എന്ന് പറയുന്നത് ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കും RBIൻ്റെ അണ്ടറിൽ റിസർവ് ആക്കി വെക്കേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CRR എന്ന് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു റിസർവ് റേഷ്യോ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, രണ്ടും റിക്വയർഡ് റിസർവ് ആണ്. രണ്ടും കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം ഒരുപാട് എന്ത് കിട്ടാണ്, ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കാൻ ഫണ്ട് കിട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇക്കണോമിയിൽ എന്ത് കൂടും, ആളുകൾ എന്ത് ചെയ്യും, പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് ലോൺ എടുക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും, ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവരുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ലോൺ എടുക്കും. കാരണം അവരുടെ കയ്യിൽ, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ ഒരുപാട് പൈസ വരാമെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ലോൺ ബിക്കം ചീപ്പറായിട്ട്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചിട്ടായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇക്കണോമി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇക്കണോമിയുടെ റിസഷനിലാണെങ്കിൽ, ഒരു ഡിപ്രഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്കണോമിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ വരുന്നത് 1991 അതുപോലെ തന്നെ 1998 കേട്ടോ. അതായത് 2 ഇയർ ഉണ്ട്, 1991. 1991 പ്രത്യേകത എന്താ, നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമല്ല നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസി വന്നിട്ടില്ലേ, LPG അല്ലേ. എന്താണ്, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ അല്ലേ. ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫോംസ് വന്നിട്ടുള്ളത് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ആ ഒരു സമയത്തിൽ ഇക്കണോമി അത്രയും എന്താണ്, ക്രൈസിസിലായിരുന്നു. അപ്പോൾ അതിനെ റിക്കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് കോഴ്സ് എന്ത് വേണം, ഇക്കണോമി പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂട്ടണം. അപ്പോൾ ഈ SLRഉം CRRഉം കുറച്ച് കഴിഞ്ഞാൽ ഇക്കണോമി കൂടുതൽ ലോണബിൾ ഫണ്ട് അവൈലബിൾ ആവുകയും കൂടുതൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. അതുപോലെ തന്നെ നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലെ ഡിമാൻഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുതലും ഇക്കണോമി എന്ത് ചെയ്യും, ബൂസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ്, SLRഉം CRRഉം കുറയ്ക്കുന്ന സമയത്ത് തന്നെ എന്ത് കൂടുന്നാണ് പറയുന്നത്, ലോണബിൾ ഫണ്ട് അത്രയും ചീപ്പസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, പബ്ലിക്കിന് കിട്ടുകയും ഇക്കണോമിയിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും ഇക്കണോമി ബൂസ്റ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ ഒരു ഭാഗം തന്നെയാണ് SLRഉം അതുപോലെ തന്നെ CRRഉം കുറയ്ക്കുക എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് എന്താ, നരസിംഹം കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് ദ ഡയറക്റ്റഡ് ക്രെഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി പ്രൊമോട്ടഡ്. ഇത് ഇൻകറക്റ്റ് ആണ്. എന്താണ്, ഡയറക്റ്റ് ക്രെഡിറ്റ് പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്, മറിച്ച് എന്ത് ചെയ്യാണ്, അതെന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അത് ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ആക്ച്വലി ആര് നോക്കിയിട്ടുള്ളത്, നമ്മുടെ നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷനിലൂടെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാണ്, ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് C ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, 2 ഈസ് റോങ് ആണ് കേട്ടോ. 13th question. A country A is required 2 units of the labor to produce a unit of X and the 5 unit of
to produce a unit of Y, whereas a country B required to the 3 unit of the labor to produce unit of the X and the 6 unit to produce a unit of Y. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്തുണ്ട്, ഓപ്ഷനിൽ അബ്സല്യൂട്ട് ഉണ്ട്, കമ്പാരിറ്റീവ് ഒക്കെ കാണുന്നുണ്ട്. സോ നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 2 തിയറീസാണ്. മെർക്കൻറ്റലിസം മുതൽ നമ്മൾ ന്യൂ ട്രേഡ് തിയറീസ് വരെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. മെർക്കൻറ്റലിസം, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, എക്ഷർ ഓയിൽ മോഡലിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ലിന്ദർ, അതുപോലെ തന്നെ ലീമർ ആൻഡ് ട്രഫ്ലറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാവിസിൻ്റെ അവൈലബിലിറ്റി തിയറി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലിയോണ്ടി പാരഡോക്സ് വരുന്നുണ്ട്, ഫാക്ടർ റിവേഴ്സലൊക്കെ വരുന്നുണ്ടല്ലേ. ബേസിക്കലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജും അതുപോലെ തന്നെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഇതിൽ ഓരോ പോയിന്റ് ഇങ്ങനെ തപ്പി വായിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ പോയിന്റ്സുകൾ എന്ത് ചെയ്യുക, ഒരു സൈഡിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾക്ക് റഫ് പേപ്പർ തരും, എക്സാം ഹോളിൽ നിങ്ങൾക്ക് റഫ് പേപ്പർ തരും എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. എന്താണ് പറയുന്നത്, നമുക്കറിയാം കമ്പാരിറ്റീവും അതുപോലെ തന്നെ എന്താണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജും ആണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഒരു എസംഷനാണ് എന്ത് പറയുന്നത്, 2-2-1 മോഡൽ എന്ന് പറയുന്നത്. ഏതാണ് 2-2-1 മോഡൽ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള എസംഷനാണ് എന്ത് പറയുന്നത്, 2-2-1 മോഡൽ. 2-2-1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 കൺട്രീസ് ഉണ്ട്, 2 കമ്മോഡിറ്റീസ് ഉണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്, 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലേ. 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 2 കൺട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, കൺട്രി എയും ഉണ്ട്, കൺട്രി ബിയും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, കൺട്രി എയും ഉണ്ട്, ദെൻ കൺട്രി ബിയും ഉണ്ട് അല്ലേ. കൺട്രി എയും ഉണ്ട്, അതുപോലെ തന്നെ കൺട്രി ബിയും ഉണ്ട്. ദെൻ കൺട്രി എയും കൺട്രി ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറയുമ്പോൾ 2 അല്ലേ. ഫസ്റ്റത്തെ എന്താണ്, 2 കൺട്രീസ് ആണ്. ദെൻ 2 കമ്മോഡിറ്റീസ് ആണ്, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് 2 കമ്മോഡിറ്റീസ് ആണ്. 2 കൺട്രിക്ക് എന്ത് വരുന്നുണ്ട്, എക്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, വൈയും വരുന്നുണ്ട്. 2 കൺട്രി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, എക്സും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ വൈയും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫസ്റ്റത്തെ കൺട്രീൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ലേബർ യൂണിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ലേബർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ് അല്ലേ. ദെൻ സെക്കൻഡ് ബി എന്ന് പറയുന്ന കൺട്രിയിലേക്ക് വരുന്ന സമയത്ത് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ലേബർ യൂണിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. കാരണം ഇവിടെ ലേബർ യൂണിറ്റ് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താ, ഇവിടെ 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. 2-2-2-1 മോഡലാണ്. 2 കൺട്രീസ്, 2 കമ്മ്യൂണിറ്റീസ്, 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളിവിടെ ലേബറിന് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. എക്ഷർ ഓയിൽ മോഡലാണ് നമ്മൾ ലേബറിനും ക്യാപിറ്റലിനും എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എക്ഷർ ഓയിൽ മോഡൽ എന്താവും, 2-2-2 മോഡലാവും. അതായത് 1ൻ്റെ സ്ഥാനത്ത് 2 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ബി എന്ന് പറയുന്ന കൺട്രിയിൽ എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ലേബർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. ദെൻ വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ലേബർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, just a minute. Then y പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ലേബർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എ എന്ന് പറയുന്ന കൺട്രീനെയും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന കൺട്രീനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 പ്രൊഡക്റ്റും എക്സും വൈയും ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്, എക്കാണ്. കാരണം എന്താണ്, എക്ക് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 യൂണിറ്റ് ഓഫ് ലേബറിന് മതി, എന്നാൽ ബിക്ക് എത്ര വേണം, 3 യൂണിറ്റ് വേണം. അതുപോലെ തന്നെ എക്ക് വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ 5 യൂണിറ്റ് ലേബറിന് മതി, എന്നാൽ ബിക്ക് എത്ര വേണം, 6 യൂണിറ്റ് വേണം. അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് ആർക്കാണ്, 2 ഗുഡിൻ്റെ മുകളിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് ആർക്കാണ്, എ എന്ന് പറയുന്ന ഗുഡിനാണ്. എക്സിൻ്റെയും അതുപോലെ തന്നെ വൈൻ്റെയും മുകളിൽ എന്തുള്ളത്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് അല്ലേ. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് അല്ലേ, 2 ഗുഡിൻ്റെ മുകളിൽ. എന്നാൽ ബി എന്ന് പറയുന്ന ഗുഡിനോ, 2 ഗുഡിൻ്റെ മുകളിൽ എന്തായിരിക്കും, ബി എന്ന് പറയുന്ന ഗുഡിന് എന്തായിരിക്കും, എക്സ് എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിലും അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിലും. എക്സ് എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിലും അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിൽ എന്തായിരിക്കും, അബ്സല്യൂട്ട് എന്തായിരിക്കും, ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും അല്ലേ. മറ്റേത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണെങ്കിൽ എന്തായിരിക്കും, അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം എന്താ, എക്സ് എന്ന് പറയുന്ന ഗുഡും വൈ എന്ന് പറയുന്ന ഗുഡും കൺട്രി എക്ക് ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആരെക്കാൾ, കൺട്രി ബിനേക്കാൾ. അപ്പോൾ എന്ത് പറയാം, കൺട്രി എക്ക് ആ 2 ഗുഡിൻ്റെ മുകളിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, ഒരു കൺട്രിക്കാണ് 2 ഗുഡിൻ്റെ മുകളിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് വരുന്നതെങ്കിൽ ട്രേഡ് ഹാപ്പൻ ആവും. കാരണം ആ 2 ഗുഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റ കൺട്രിയാണ്. ആ കൺട്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഗുഡിനെ എക്സ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ, ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വരുന്നില്ല. അപ്പോൾ അവിടെ എന്ത് പറ്റും, ഇൻ്റർനാഷണൽ ട്രേഡ് ഹാപ്പൻ ആവും എന്നുള്ളതാണ്. ബേസിക്കലി നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തീരില്ല. ആഡം സ്മിത്ത് പറയുന്നത് എന്താ, 2 കൺട്രീസ് തമ്മിൽ ട്രേഡിൽ ഹാപ്പൻ ആവുകയാണെങ്കിൽ 2 പേർക്ക് മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ എക്സും വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റ കൺട്രി ആണെങ്കിൽ അവിടെ ട്രേഡ് ഹാപ്പൻ ആവും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൻ്റെ കേസിൽ കൺട്രി എക്കുള്ളത് 2 and 5 കോംബോ ആണ് അല്ലേ. 2 ലേബേഴ്സിനെയും
5 ലേബേഴ്സിനാണ് എക്സും വൈയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. ഇനി കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിൽ എന്തായിരിക്കും 3 and 6 ആയിരിക്കും എന്ത് പറയുന്നത് കോമ്പിനേഷൻ വേണ്ടത്. 3 ലേബേഴ്സിന് എന്ത് വേണം എക്സ് പ്രൊഡ്യൂസ് ചെയ്യാനും 6 ലേബേഴ്സിന് എന്ത് വേണം വൈ പ്രൊഡ്യൂസ് ചെയ്യാനുമാണ് അല്ലേ. എന്നാൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിലേക്ക് വരുന്ന സമയത്ത് 2 നേഷനെ കമ്പയർ ചെയ്യാതെ വിത്തിൻ നേഷനിലേക്ക് നമ്മൾ വരും അല്ലേ. എന്ന് പറയുന്ന നേഷൻ എന്ത് ചെയ്യും സ്വന്തം രാജ്യത്ത് വന്നിട്ട് എന്ത് ചെയ്യും ഡൊമസ്റ്റിക്കലി എന്ത് ചെയ്യും ഈ 2 ഗുഡ്സിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് ഗുഡാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എക്സ് ആണ്. കാരണം എക്സ് ആണ് എന്ത് പറയുന്നത് ലോവർ കോസ്റ്റ് ഉള്ളത്. അപ്പോൾ എക്സിൻ്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക എ എന്ന് പറയുന്ന കൺട്രിക്ക് എന്തുണ്ടാവുക കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവുക. ഇനി ബി എന്ന് പറയുന്ന കൺട്രിയിലേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും ബി എന്ന് പറയുന്ന കൺട്രിക്ക് ഏതായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക ലോവർ കോസ്റ്റിൽ എക്സ് ആണ്. അപ്പോൾ ബിക്കും ആക്ച്വലി എന്താണ് എക്സിൻ്റെ മുകളിലാണ് എന്തുള്ളത് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് അല്ലേ ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് അതായത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കുക അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എക്സ് ആൻഡ് വൈൻ്റെ മുകളിൽ വരുന്നത് ആർക്കാണ് എ എന്ന് പറയുന്ന കൺട്രിക്കാണ്. ഇനി നമ്മൾ വിത്തിൻ നേഷ്യനിലേക്ക് വന്നിട്ട് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 ഗുഡ്സിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്ക് എക്സിൻ്റെ മുകളിലാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത്. ബിക്കും അതുപോലെ തന്നെ എന്തായിരിക്കും എക്സിൻ്റെ മുകളിലാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യം ഉണ്ടാക്കി വെക്കാം. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. എ ഹാസ് എൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദി ഗുഡ് എക്സ് ആസ് വെൽ ആസ് വൈ. ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടില്ല. കാരണം എന്താ വെൻ കമ്പയർ ടു കൺട്രി ബി എന്താണ് ലോവർ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സിനെയും വൈനെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ് കറക്റ്റ് ആണ് അല്ലേ. എ എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണോ? എ എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണോ? ജസ്റ്റ് മിനിറ്റ്. Where is my cursor? Cursor is running. Yes, നിങ്ങൾ കാണണ്ട. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ് കറക്റ്റാണ്. ദെൻ ബി ഹാസ് എൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദ ബോത്ത് എക്സ് ആൻഡ് വൈ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ് അല്ലേ. ദെൻ ത്രൂ എ ഹാസ് എൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദി ബോത്ത് ഗുഡ്സ് കറക്റ്റ് ആണ്. ദെൻ ഇറ്റ് ഹാസ് എൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് വൈ ആണോ? അല്ല. എക്സിൻ്റെ മുകളിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം എന്താണ് എക്സിനെ വൈനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 ലേബേഴ്സ് മതി എക്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഏതിൻ്റെ മുകളിലുള്ളത് എക്സിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ദെൻ ത്രൂ ബി ഹാസ് ഇൻ ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദി ഗുഡ് എക്സ് ആൻഡ് വൈ ആൻഡ് ഇറ്റ് ഹാസ് ദ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് വൈ. കൺട്രി ബീനെ എടുക്കുന്ന സമയത്ത് സെക്കൻഡ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്. എന്താണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വരുന്നത് എന്താണ് എക്സിൻ്റെ മുകളിലാണല്ലേ. രണ്ടിനും എന്താണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വരുന്നത് എക്സിൻ്റെ മുകളിലാണല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ഫസ്റ്റത്തെ ആ ഒരു കോമൻറ്റ് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബി ഹാസ് എൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദി എക്സ് ആൻഡ് വൈ. അത് നമ്മൾ ഓൾറെഡി തെറ്റാന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണല്ലേ. എക്കാണ് 2 ഗുഡ്സിനെ മുകളിൽ എന്തുള്ളത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് അല്ലേ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ബിക്ക് എന്തുണ്ട് 2 ഗുഡ്സിനെ മുകളിൽ അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് 2 ഗുഡ്സിനും എന്താണ് 2 കൺട്രിക്കും എന്ത് ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് നോക്കുന്ന സമയത്ത് എക്സിൻ്റെ മുകളിലാണ് ആക്ച്വലി എന്ത് വരുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ദെൻ നമ്മുടെ 14th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ അറിയണമെന്നില്ല. നമുക്കറിയാവുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് സിമ്പിളായിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ എണ്ണം നമുക്ക് അറിഞ്ഞാൽ മതി. ഓപ്ഷൻസ് സിമ്പിളാണെങ്കിൽ ഒരൊറ്റ എണ്ണം നമുക്ക് അറിഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആകെ ഇപ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കിങ്ഡ് ഡിമാൻഡ് കവർ നിങ്ങൾക്ക് അറിയാം അല്ലേ. സ്വീജിയ എന്നുള്ളത് നമുക്കറിയാം, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം എന്താണ് ബി എന്ന് പറയുന്നത് 3 ആണ് നമുക്കറിയാം. സോ ഓപ്ഷൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളാണ്. ബി എന്ന് പറയുന്നത് 3 വരുന്നത് ഒറ്റൊരു ഓപ്ഷനുള്ളൂ. സോ എ ഇസ് എ കറക്റ്റ് ആൻസർ. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അതിൽ ഒരൊറ്റ ഓപ്ഷൻ അറിയാം. അതുപോലെ തന്നെ എന്താണ് ചിലപ്പോൾ ഈ എന്താണ് കിങ്ഡ് ഡിമാൻഡ് കവർ അറിയില്ല. ചിലപ്പോൾ എന്താണ് നമുക്ക് അറിയുന്നത് എന്താണ് ലോ ഓഫ് ഇൻവിസിബിൾ ആൻഡ് ആഡം സ്മിത്തിൻ്റെ ഡി എന്ന് പറയുന്നത് 4 ആണ് നമുക്കറിയാം. ഡി എന്ന് പറയുന്നത് 4 ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ഉള്ളത്. സിയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഡിയും കട്ട് ചെയ്ത് കളയുക. സോ ഇതിൽ ഏതോ ഒന്നാണ് കറക്റ്റ് ആൻസർ എന്നറിയാം. ഇവിടെ 2 എണ്ണത്തിനെ നമുക്കറിയാം. എന്താ സ്വീജിൻ്റെ ആണ് കിങ്ഡ് ഡിമാൻഡ് കവർ സ്വീജിയാന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ് ഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് 4 ആണ് ആഡം സ്മിത്ത് ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇതിൽ ഒറ്റൊരു ഓപ്ഷൻ മുഖേന തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്ത് വരാം ഒരാൾ റിലേറ്റ് ചെയ്യുന്ന 3-4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതായത് മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ നോക്കണം. ബാക്കിയുള്ളവരൊന്നും ഈ ഒരു സാധനമായിട്ട് എന്താണ് ലിങ്ക്ഡ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക
കൺസിഡർ ചെയ്യാം കേട്ടോ. പിന്നെ എന്താണ് ഇതിൽ പറയുന്നത്, ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിക്റ്റ് ഏതാ വരുന്നത്, എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് 2 ആണല്ലേ, മാർഷലാണ് വരുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എച്ച് ഡാൾട്ടൺ. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാത്സ് ഫോളോയിങ്ങിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരൊറ്റ ആൻസർ ആയിട്ട് ചിലപ്പോൾ വരാൻ പോകുന്ന ഇതായിരിക്കും, പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. അതായത് ഇതിലറിയാത്തത് ചിലപ്പോൾ അടുത്ത മാത്സ് ഫോളോയിൽ നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മാറിപ്പോകരുത്. സി എന്ന് പറയുന്നത് എച്ച് ഡാൾട്ടൺ ആണ്. ദെൻ എ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എ മാർഷലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ 15. യെസ്. Below are the 2 statements, one is labeled as accusation and the other labeled as a reason. So ഇതിൽ ഓപ്ഷൻസ് ഓൾറെഡി ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ബൈ ദ മിസ്റ്റേക്ക് എനിക്ക് പറ്റിപ്പോയതാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഈ റീസൺ ആൻഡ് അസേർഷൻ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇത് 2 കറക്റ്റ് ആണെങ്കിൽ മാത്രമേ മറ്റേതിൻ്റെ റീസൺ ആണെന്ന് നോക്കി പോയാൽ മതി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ഗ്രീൻ റെവല്യൂഷൻ ബെനിഫിറ്റഡ് ഓൺലി ദ പഞ്ചാബ്, ഹരിയാന, വെസ്റ്റ് ഉത്തർപ്രദേശ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ള എന്താണ്, ഇറിഗേഷൻ വാസ് നെസസറി ഫോർ ദ സക്സസ് ഓഫ് ദി ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, സോ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയെ സംബന്ധിച്ചോളം നമ്മൾ ഒരുപാട് ഫെമയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ക്ഷാമത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല. ബംഗാൾ ക്ഷാമം പോലുള്ള പല കാര്യങ്ങളും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷാമത്തിൽ നിന്ന് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഹൈലി എന്ത് വേണം, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, നടത്തണം അല്ലേ. അങ്ങനെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ട്രാൻസിഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒത്തുകൂടാണല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് എന്ത് ചെയ്യാണ്, HYV സീഡ്സുകൾ, അതുപോലെ തന്നെ ഫെർട്ടിലൈസ് ചെയ്യുക, ലാൻഡുകൾ ഫെർട്ടിലൈസ് ചെയ്യുക, അതുപോലെ തന്നെ പെർസിസ്റ്റൈഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുക അല്ലേ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, വാട്ടർ സപ്ലൈ കൂട്ടുക, അതുപോലെ തന്നെ അതിൻ്റെ അവൈലബിലിറ്റി കൂട്ടുക അല്ലെ. അത് വളരെയധികം എളുപ്പത്തിൽ എത്തിച്ചേരുന്ന രീതിയിൽ അതിനെന്ത് ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് എന്ത് ചെയ്യാണ്, കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാണ്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഈ ഒരു ക്ഷാമത്തിൽ നിന്ന് നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേസിക്കലി 1960 മുതൽ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അഗ്രികൾച്ചർ ട്രാൻസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, ഇന്ത്യൻ്റെ ഫാദർ എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഗ്രീൻ റെവല്യൂഷൻ ബെനിഫിറ്റഡ് ഓൺലി പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ് എന്നാണ് കറക്റ്റ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറിഗേഷൻ വാസ് നെസസറി ഫോർ ദ സക്സസ് ഓഫ് ദി ഗ്രീൻ റെവല്യൂഷൻ. നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ HYV സീഡ്സ് മാത്രം യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് രാസവളങ്ങളോ അല്ലെങ്കിൽ ലാൻഡിനെ ഫെർട്ടിലൈസ് ചെയ്ത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ വേണം അല്ലേ, ഇറിഗേഷൻ ഫെസിലിറ്റി വേണം. അപ്പോൾ അതെന്താണ്, എക്സാക്ട്ലി എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ റീസൺ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. എന്നാൽ നമ്മളോട് ചോദിക്കുന്നത്, ഈ പഞ്ചാബിലും ഹരിയാനയിലും വെസ്റ്റേൺ ഉത്തർപ്രദേശിലും ഗ്രീൻ റെവല്യൂഷൻ ബെനിഫിറ്റ് ആവാനുള്ള റീസണ് അവിടെ ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആയതുകൊണ്ടാണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇതിൻ്റെ റീസൺ തന്നെയാണ്. കാരണം എന്താണ്, ഈ പഞ്ചാബിലും ഹരിയാനയിലും വെസ്റ്റേൺ ഉത്തർപ്രദേശിലും ഗ്രീൻ റെവല്യൂഷനും ബെനിഫിഷ്യറി ആവാനുള്ള ഏറ്റവും ബേസിക് ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ് അവിടുത്തെ ഇറിഗേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ആൻഡ് ദി ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളത് നമുക്ക് പറയാം. കിട്ടിയിട്ടുണ്ടോ? ദെൻ 60th ക്വസ്റ്റ്യൻ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. കാരണം ഈ കൺസംഷൻ തിയറി, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി ഇത് നോക്കാൻ നിങ്ങൾ എക്സാമിന് പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇതിനൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കുറവായിരിക്കും. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല എന്ന് പറയാം. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ കൺസംഷൻ തിയറി നമുക്കറിയാം. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് ആരാണ്? ദ ഫാദർ ഓഫ് മോണിറ്ററിസം ആയിട്ടുള്ള മിൽട്ടൺ ഫ്രൈഡ്മാൻ ആണ്. സോ A4 വരുന്ന ഒരൊറ്റ ഓപ്ഷനുള്ളൂ ഇതിലേതാണ്? A4 വരുന്ന ഒരൊറ്റ ഓപ്ഷനുള്ളൂ ഇതിലേതാണ്? സി ആണ് അല്ലേ. ദെൻ ബി നമുക്ക് ചിലപ്പം കിട്ടിക്കൊള്ളുന്നില്ല. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് നമുക്കറിയാം ഡ്യൂസംബറിയാണ് അല്ലേ. നമ്മൾ ബാക്കിയുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അത് ഡ്യൂസംബറിയാണ്. ദെൻ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ആർതാണ്? JM കെയ്ൻസ് ആണ്. ഇതിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് വരുന്ന ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ആൻഡോ ആൻഡ് മോദി ഗിലിയാനി. നമുക്ക് വരുന്നത് അബ്സല്യൂട്ട്, റിലേറ്റീവ്ലി, പെർമനൻറ്റ്, അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്. ഈ നാല് കൺസംഷൻ തിയറീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഈ 4 വരാനുള്ള റീസൺ? നമുക്കറിയാം നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മുടെ കൺസംഷൻ കൂടുന്നുള്ളത് നമുക്കറിയാം. ബട്ട് ഏത് ഇൻകമാണ് നമ്മുടെ കൺസംഷത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതിലാണ് ബേസിക് ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് വരുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു എന്ത് വരുന്നത്,
ഡിഫറെൻ്റ് ആയിട്ടുള്ള സജഷൻസ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 4 തിയറീസ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോസിസിൽ ജെയിംസ് കെയ്ൻസ് പറയുന്നത് കറണ്ട് ഇൻകം ആയിരിക്കും കറണ്ട് കൺസംഷന് നയിക്കുന്നുണ്ടാവുക. പെർമനന്റ് ഇൻകം ഹൈപ്പോസിസിൽ എന്താ പറയുന്നത്, പെർമനന്റ് ആയിട്ടും അതുപോലെ തന്നെ ട്രാൻസിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം ആയിരിക്കും എന്തിലേക്ക് നയിക്കുന്നുണ്ടാവുക, നമ്മുടെ കൺസംഷനിലേക്ക് നയിക്കുക. അതായത് മന്ത് എൻഡിൽ എനിക്ക് വരുമാനം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഇപ്പോഴേ കൺസ്യൂം ചെയ്യും. കാരണം എന്താണ്, അത് ലോങ് ടേം ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഇൻകത്തിൽ നിന്ന് വരുന്നതാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ റിലേറ്റീവ് ഹൈപ്പോസിസ് എന്താണ് പറയുന്നത്, ഡ്യൂസംബർ എഫക്റ്റ് അല്ലേ. ഡ്യൂസംബറിൻ്റെ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് അതുപോലെ തന്നെ റാച്ചറ്റ് എഫക്റ്റ് ഒക്കെ പറയുന്നില്ല. കാരണം എന്താണ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഇൻകം നോക്കിയിട്ടല്ല, വേറൊരാൾ അയാളുടെ ഇൻകം വെച്ച് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അയാൾ അത് വാങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കണ്ടിട്ട് നമുക്കും വാങ്ങാനുള്ളൊരു ആഗ്രഹം വരാം. ഇതാണ് റിലേറ്റീവ് ഹൈപ്പോസിസ്. നമ്മുടെ ബാൻഡ് വാഗൺ എഫക്റ്റ് ഒക്കെ ഇത് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് പറയുന്നുണ്ടല്ലേ, നമ്മൾ വേറൊരാളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതിന് കൂടെ തന്നെ നമ്മൾ പറയുന്നുണ്ട് റാച്ചറ്റ് എഫക്റ്റ്. റാച്ചറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻകം കൂടുന്ന സമയത്ത് നമ്മുടെ കൺസംഷൻ കൂടുന്നുണ്ട് അല്ലേ. ഇൻകം കൂടുന്ന സമയത്ത് നമ്മുടെ കൺസംഷൻ കൂട്ടും, ഇൻകം കൂടുന്ന സമയത്ത് നമ്മുടെ കൺസംഷൻ കൂടും അല്ലേ. എന്നാൽ ഇൻകം കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി നോക്കില്ല. ഇതാണ് നമ്മൾ റാച്ചറ്റ് എഫക്റ്റ് കൊണ്ട് പറയുന്നത്. ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷേ ഇൻകം കുറയുന്ന സമയത്ത് നമ്മൾ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കില്ല. ഇതാണ് റാച്ചറ്റ് എഫക്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഹൈലി നമ്മുടെ സ്റ്റേറ്റസ് ഒക്കെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം പണ്ടൊക്കെ കുറേ പൈസ ഉള്ള സമയത്ത് നമ്മൾ വലിയ വലിയ കാറിലാണ് സഞ്ചരിച്ചിട്ടുള്ളെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇൻകം നമ്മുടെ ബിസിനസ്സൊക്കെ തകർന്ന് നമ്മൾ ആകെ അടിയിലായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, കാറിന് പകരം ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന കുറവായിരിക്കും. കാരണം ആളുകളുടെ മുമ്പിൽ നമ്മുടെ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൺസംഷൻ നമ്മൾ എന്ത് ചെയ്യില്ല, റെഡ്യൂസ് ചെയ്യില്ല. ഇതിലാണ് നമ്മൾ റാച്ചറ്റ് എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം എന്താണ് അബ്സല്യൂട്ട് ഇൻകം ഇപ്പോൾ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണെന്നറിയാം. പെർമനന്റ് ഇൻകം മിൽട്ടൺ ഫ്രീഡ്മാൻ, അദ്ദേഹമാണ് ഫാദർ ഓഫ് മോണിറ്ററിസം. അദ്ദേഹമാണ് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞത്. ഇൻഫ്ലേഷൻ ഈസ് എവരിവെയർ ആൻഡ് ഓൾവേസ് ആൻഡ് മോണിറ്ററി ഫിനോമിന. അതായത് ഇക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് റീസൺ എന്ത് മാത്രമായിരിക്കും, മണി സപ്ലൈ മാത്രമായിരിക്കും. ഓക്കെ, പിന്നെന്താണ് ഇതിൽ അറിയാതെ പോകുന്നത്, ഇന്റർ ടെമ്പറൽ കൺസംഷൻ മോഡൽ എന്ന് പറയുന്നത് എർവിൻ ഫിഷറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നിങ്ങൾക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു പോയിന്റാണ് എന്ത് പറയുന്നത്, ഇന്റർ ടെമ്പറൽ കൺസംഷൻ മോഡൽ എന്ന് പറയുന്നത് എർവിൻ ഫിഷറാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് മാത്സ് ഓഫ് ഓളി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഒറ്റ ഓപ്ഷനായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുക. സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സി ഇസ് എ കറക്റ്റ് ആൻസർ. So, 17th question. Monopolist competition involve the many sellers of the homogeneous product. Then statement 2, the oligopolists involve the some producers of the standardized or the differentiated product. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് മോണോപോളിസ്റ്റ് കോമ്പറ്റീഷനിൽ അവർ ഇത്രയും തോന്നെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്? കാരണം അവിടുത്തെ പ്രൊഡക്റ്റ് എന്താണ്, ഹോമോജിനിയസ് പ്രൊഡക്റ്റ് അല്ല, മറിച്ച് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റാണ്. ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ഷേപ്പ് കൊണ്ടോ സ്മെല്ല് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കളർ കൊണ്ടോ വാട്ടെവർ എന്തുകൊണ്ടോ ആവാം, എന്താണ്, ഒന്ന് മറ്റതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനാണ് നമ്മളെന്ത് പറയാം, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, സെല്ല് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അഡ്വർടൈസ്മെൻറ്റ് വേണം. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് എന്ത് പറയാം, സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയാം. സെല്ലിംഗ് കോസ്റ്റ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് ചേംബർലിനുമായിട്ടാണ് അല്ലേ. ചേംബർലിനായിട്ടുള്ള എക്കണോമിക്സുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെല്ലിംഗ് കോസ്റ്റ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മോണോപോളിസ്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് അല്ല, മറിച്ച് എന്താണ് ഹെട്രോജീനിയസ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഹെട്രോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് തന്നെ പല ഷേപ്പിലും പല നിറത്തിലും പല സ്മെല്ലിലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് എടുക്കാം, അതിൻ്റെ പല വെറൈറ്റീസും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വേണം, ആ ഓരോ വെറൈറ്റീസും വിറ്റ് പോകണമെങ്കിൽ എന്ത് വേണം, അഡ്വർടൈസ്മെൻറ്റ് വേണം അല്ലേ. അപ്പോൾ മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ഉള്ളത് ഹെട്രോജീനിയസ് പ്രൊഡക്റ്റാണ്. ആ ഒരു ഹെട്രോജീനിയസ് പ്രൊഡക്റ്റ് എങ്ങനെയും വിറ്റ് പോകണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്, ദ ഒളിഗോപോളി ഇൻവോൾവ് ദ സം പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദി സ്റ്റാൻഡർഡൈസ് ഓർ ദ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്. അതായത് ഒളിഗോപോളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള, അതായത് ഹോമോജീനിയസ്. സ്റ്റാൻഡർഡൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഹോമോജീനിയസ് ആണ് കേട്ടോ. ഒരുപോലെ ഉള്ളതും അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഒളിഗോപോളി മാർക്കറ്റിൽ കാണാൻ പറ്റും. ഒളിഗോപോളി മാർക്കറ്റിലെ പ്രത്യേകത എന്താ, അവിടെ ഫ്യൂ സെല്ലേഴ്സ് ആയിരിക്കും, അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻ്റർഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ, കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ അതിൽ തന്നെ ഒരുപാട് സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. കുർണോട്ട് മോഡൽ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബർട്ടൺ മോഡൽ, പിന്നെ ഒരുപാട് മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒളിഗോപോളിൻ്റെ അണ്ടറിൽ പഠിക്കുന്നത്. അതെന്താണ്, കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ ഒളിഗോപോളി മാർക്കറ്റിൽ എന്തായിരിക്കും, ഹോമോജീനിയസ് ആയിട്ടും ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ തക്കാളി, ഉള്ളി അങ്ങനെ വെറൈറ്റിയാണ്. അങ്ങനെയല്ല, ഒരു ഗുഡ് എടുക്കുന്ന സമയത്ത് തന്നെ അതിലെന്ത് ചെയ്യുക, വെറൈറ്റീസ് വരാം. ഹോമോജീനിയസ് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റിലൊക്കെ, അതിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചെറിയ കടയിലൊക്കെ പോകുന്ന സമയത്ത് തൊട്ടടുത്ത് 2-3 കടകളുണ്ടെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും,
ഒരേ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു തക്കാളി വാങ്ങാൻ പോകുന്ന സമയത്ത് ഒരു കടയിലുള്ള ഒരു സെയിം ടൈപ്പ് ഓഫ് തക്കാളി തന്നെയായിരിക്കും അടുത്ത കടയിലുണ്ടാവുക. ഇതല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണ്, ഇപ്പോൾ നമ്മൾ നെക്സ്റ്റോ പോവുക അല്ലെങ്കിൽ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ വെറൈറ്റീസ് ഓഫ് തക്കാളീസ് കാണാൻ പറ്റും. കാരണം എന്താ, അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഗുഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ആക്ച്വലി എന്താ പറയുക ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയാം. ഒരു ഗുഡിൻ്റെ മോഡൽ തന്നെ പല വെറൈറ്റീസ് വരാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ് ഇൻകറക്റ്റ് ആണ്. കാരണം എന്താണ്, മൊണോപോളിസ് കോമ്പറ്റീഷനിൽ എന്തുണ്ട്, ഹോമോജിനസ് പ്രൊഡക്റ്റ് അല്ല, ഒരുപോലത്തെ പ്രൊഡക്റ്റ് അല്ല, മറിച്ച് ഹെട്രോജിനസ് പ്രൊഡക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറയുക, ഒളിഗോപോളി മാർക്കറ്റിൽ എന്ത് ചെയ്യുക, ഹോമോജിനസും അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് false and the statement 2 is true ആണ് കേട്ടോ. സോ ഇതിൻ്റെ സി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സി അല്ല ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ആൻഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. 80th question. A rise in the rate of inflation means that the percentage rise in the average prices is higher than the previous years. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇവിടെ എന്താ പറയുന്നത്, നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ജനറൽ പ്രൈസ് ലെവൽ എന്ത് ചെയ്യുക, പെർസിസ്റ്റൻ്റ് ആയി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുക. പണ്ടുള്ള പ്രൈസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗുഡ്സിൻ്റെ മുകളിലുള്ള പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഇൻഫ്ലേഷൻ ഹാപ്പൻ ആയിട്ടുണ്ടെന്ന് പറയാം അല്ലേ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ കറക്റ്റാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ഫിലിപ്സ് കർവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു അല്ലേ. ദ ഫിലിപ്സ് കർവ് സജസ്റ്റ് ദാറ്റ് ദ ഫോൾ ഇൻ ദി അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ലൈക്ലി ടു ബി ലീഡ് ടു ദി ലോവർ റേറ്റ് ഓഫ് ദി വേജസ് ആൻഡ് ദി പ്രൈസ് ഇൻഫ്ലേഷൻ. എന്താണ്, ഫോൾ ഇൻ ദി അൺഎംപ്ലോയ്മെൻ്റ് ആണല്ലേ. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്ന സമയത്ത് എന്ത്, ലോവർ റേറ്റ് ഓഫ് വേജ് ആൻഡ് ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷനും വേജും കുറയുന്നതാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് കുറയുമ്പോൾ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, വേജും കുറയുന്നതാണ് ആര് പറയുന്നത്, ഫിലിപ്സ് കർവ് പറയുന്നതാണ് ആര് പറയുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നമുക്കറിയാം ഫിലിപ്സ് കർവ് എന്താ പറയുന്നത്, ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ദി ഇൻഫ്ലേഷൻ റേറ്റിൽ. നമുക്കറിയാം ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണല്ലേ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഒന്ന് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേത് കൂടുന്നുണ്ടല്ലേ, ഒന്ന് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേത് കൂടുന്നുണ്ട് അല്ലേ. എന്താ സംഭവിക്കുന്നത്, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് അല്ലേ, AW ഫിലിപ്സ് ആണ് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് കൊണ്ടുവരുന്നത്. അദ്ദേഹം ആദ്യം അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേജ് റേറ്റും അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം വേജ് റേറ്റ് മാറ്റി അവിടെ എന്ത് ചെയ്തു, ഇൻഫ്ലേഷൻ ആക്കി. കാരണം വേജ് റേറ്റും ഇൻഫ്ലേഷനും എന്ത് ചെയ്യുന്നുണ്ട്, റിലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു, വേജ് റേറ്റും ഇൻഫ്ലേഷനും എന്നുള്ളത് എന്ത് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് എന്താക്കി, അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ നമ്മൾ ലോങ് റൺ ഫിലിപ്സ് കർവിലേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും, അതൊരു വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. കാരണം എന്താണ്, ദർ ഇസ് എ നോട്ട് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ. കാരണം എന്താണ്, ഇവിടെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കൊണ്ടുവന്നിട്ടുള്ള ആരാണ്, ഈ ഫെലപ്സ് ആണ്, നോട്ട് ഫിലിപ്സ്. ഈ ഫെലപ്സ് ആണ്, ഫെലപ്സ് ഫെലപ്സ് ഇത് കൊണ്ടുവന്നിട്ടുള്ള ആരാണ്, ഫെലപ്സ് ആൻഡ് ദി മിൽട്ടൺ ഫ്രൈഡ്മാൻ, ഫാദർ ഓഫ് മോണിറ്ററിസം. മിൽട്ടൺ ഫ്രൈഡ്മാൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ലോങ് റൺ ഫിലിപ്സ് കർവ് കൊണ്ടുവന്നിട്ടുള്ളത്. മറന്നു പോകരുത്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്സ് ഫോളോയിങ് ചോദിക്കും. അവിടെ ഒരു അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇവിടെയുള്ള ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ വിളിച്ച പേരാണ് നൈറോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോൺ നാച്ചുറേറ്റീവ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, ഫ്രിക്ഷണലും സ്ട്രക്ചറലും അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇൻകറക്റ്റ് ആണ്. സോ സി ഇസ് ദ കറക്റ്റ് ആൻസർ. C is the correct answer. And then next question. 90th question. Who propounded the jail cost of the living method for the determined poverty line is ദാദാഭായ് നവറോജി. അതായത് പോവർട്ടി ലൈൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ജയിൽ കോസ്റ്റ് ലിവിൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ. എ കോമൺ റിസോഴ്സ് ഇസ് എ റൈവൽ ആൻഡ് ദി നോൺ എക്സ്ക്ലൂഡബിൾ. എ പബ്ലിക് ഗുഡ് ഇസ് എ നോൺ റൈവൽ ആൻഡ് ദി നോൺ എക്സ്ക്ലൂഡബിൾ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയത്. ഈ പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നോൺ റൈവലും അതുപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുള്ളത് പബ്ലിക് ഗുഡിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കോമൺ ഗുഡ്. അപ്പോൾ പബ്ലിക് ഗുഡും കോമൺ ഗുഡും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം എന്താണ് റൈവൽ ആൻഡ് എന്താണ് എക്സ്ക്ലൂഡബിൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. റൈവൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സാധനം കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറൊരാൾക്ക് അത് കിട്ടാതിരിക്കുന്ന സിറ്റുവേഷൻ, അതായത് നമ്മളത് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് തീർന്നു പോകുന്ന സിറ്റുവേഷനാണ് നമ്മളെന്ത് പറയുക, റൈവൽ എന്ന് പറയുന്നത്. എക്സ്ക്ലൂഡബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, പുറത്താക്കപ്പെടാം അല്ലേ.
അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ഗുഡ് എടുക്കുന്ന സമയത്ത്, ഒരു കാർ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ ഇല്ലാത്തവൻ എന്ത് ചെയ്യും, ആ കാർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, പൈസ ഇല്ലാത്തവൻ എന്ത് ചെയ്യും, അത് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് പുറത്താക്കപ്പെടും. ഇതിനാണ് നമ്മൾ എക്സ്ക്ലൂഡബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകാം. ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയാം, റൈവൽ ഇൻ കൺസംഷൻ എന്ന് പറയാം. ഇനി എക്സ്ക്ലൂഡബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വേറൊരാൾ എന്ത് ചെയ്യുക, ആ ഒരു സാധനം കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ സാധനം കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുക, ഔട്ടാവുക, ഞാൻ എന്ത് ചെയ്യുക, എക്സ്ക്ലൂഡ് ആവുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്ക്ലൂഡബിൾ എന്ന് പറയാം. നമ്മുടെ പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നോൺ റൈവലും അതുപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ്, അതുപോലെ നാഷണൽ ഡിഫൻസ്, ഇതൊക്കെ ആക്ച്വലി എന്താണ്, ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുറത്താക്കപ്പെടുന്നില്ല, മറിച്ച് എന്ത് ചെയ്യുന്നില്ല, ഒരാൾ യൂസ് ചെയ്തതിനനുസരിച്ച് അത് തീർന്നു പോകുന്നില്ല. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരാളിപ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റ് യൂസ് ചെയ്ത് നടന്നു പോകുന്നുണ്ട്, അത് വിചാരിച്ചിട്ട് വേറൊരാൾക്ക് ആ ലൈറ്റ് കിട്ടാതിരിക്കുന്നുണ്ടോ, ഒരിക്കലുമില്ല. മാത്രമല്ല എന്താണ്, ആരെയും അതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നില്ല അല്ലേ. അവിടെ എന്തില്ല, പൈസ കൊടുത്താൽ മാത്രമേ സ്ട്രീറ്റ് ലൈറ്റ് കിട്ടൂ, ഇത് നമ്മൾ പറയുന്നില്ല. അവിടെ എല്ലാവർക്കും എന്തുണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, പബ്ലിക് ഗുഡിൻ്റെ കേസിൽ നോൺ റൈവലും നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും അല്ലേ. നാഷണൽ ഡിഫൻസ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് ഗുഡിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി കോമൺ റിസോഴ്സ് ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഏകദേശം പബ്ലിക് ഗുഡ് പോലെ തന്നെ ആണ്, പക്ഷെ എന്താ ചെയ്യും, അതിൻ്റെ എന്ത് ചെയ്യും, റൈവൽ ഇൻ നേച്ചർ ഉണ്ട്, അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് തീർന്നു പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു കുളം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പൊതുവായിട്ടുള്ളൊരു കുളം ഉണ്ടെന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും, അവിടെ എന്തുണ്ട്, ഫിഷ് ഉണ്ട്, ആ കുളത്തിൽ ഒരുപാട് ഫിഷുകളുണ്ട്. ഫിഷ് ഇതാണിപ്പോൾ നിങ്ങൾ ഫിഷായിട്ട് കൺസിഡർ ചെയ്യുക, നമ്മുടെ നാട്ടിലെ ഫിഷൊക്കെ അങ്ങനെ. ഓക്കെ, ഇതാണ് അവിടുത്തെ ഫിഷ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം പോയിട്ട് എന്ത് ചെയ്തു, മീൻ പിടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവൻ പറയാണ് അവിടെ നല്ല ഫിഷ് ഉണ്ട്, നാളെ നിങ്ങളും കൂടെ വരാണെങ്കിൽ അടിപൊളിയാവും എന്ന് പറയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നാളെ നമ്മളെന്ത് ചെയ്യും, അവൻ്റെ കൂടെ പോകും അല്ലേ. നാളെ നമ്മളെന്ത് ചെയ്യും, അവൻ്റെ കൂടെ പോകും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരുപാട് പേര് പോയിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഫിഷ് പിടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ ഫിഷിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞ് വരാൻ ചെയ്യുന്നത്. കാരണം ഒരു പെർട്ടിക്കുലർ കുളമാണ്, എന്നാൽ അവിടെ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല, മറിച്ച് എന്താണ്, അവിടെ ഫുൾ എന്താണ്, കോമൺ ആയിട്ടുള്ള ഒരു കുളമാണ്, ആരെയും അങ്ങനെ പുറത്താക്കപ്പെടുന്നില്ല. എന്ത് ചെയ്യാണ്, ഓരോരുത്തർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിഷ് പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ ആരും എന്ത് ചെയ്യുന്നില്ല, അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. എന്നാൽ എന്താണ്, അതിന് ചെറിയൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഫിഷ് മാത്രമേ ഉള്ളൂ. എല്ലാവരും വന്ന് പിടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിൻ്റെ അവൈലബിലിറ്റി കുറയും എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് നമ്മൾ നമ്മുടെ ഇതിൽ വിളിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ട്രാജഡി ഓഫ് കോമൺസ് എന്നുള്ള പേരിലാണ്. ട്രാജഡി ഓഫ് കോമൺസ് കൊണ്ടുവന്നിട്ടുള്ളത് ഗാരറ്റ് ഹാർഡിനാണ് ട്രാജഡി ഓഫ് കോമൺസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഗാരറ്റ് ഹാർഡിൻ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഗുഡിനെ തന്നെ, അതായത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗുഡിനെ തന്നെ നമ്മൾ ഓവർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരും. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. അതിന് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എക്സാം എന്ന് പറയുന്നത്, ഒരു പുൽമേടിനെ നിങ്ങൾ സങ്കല്പിക്കാം. അതായത് വളരെ പച്ച വിരിച്ചൊരു പുൽമേടുണ്ടെന്ന് വിചാരിക്കുക. അവിടെ എന്ത് ചെയ്യും, ഒരു ഫാമർ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു പശുവിനെ കെട്ടിയിടാണ്. അപ്പോൾ പബ്ലിക് ആയിട്ടുള്ളൊരു ഗുഡാണ്, കോമൺ റിസോഴ്സാണ്, ആരെയും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല, ആർക്ക് വേണമെങ്കിൽ വരാം, യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു പശുവിനെ കെട്ടിയിടുന്ന സമയത്ത് ആക്ച്വലി എന്ത് സംഭവിക്കും, പശു എന്ത് ചെയ്യും, അവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ കഴിക്കും അല്ലേ. അപ്പോൾ രണ്ടാമത് എന്ത് ചെയ്യാണ്, അയാളുടെ തൊട്ടടുത്തുള്ള ഫാമർ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യണം, അയാളും അയാളുടെ പശുവിനെ വന്നിട്ട് കെട്ടിയിടാന്ന് വിചാരിക്കാം. അപ്പോൾ മൂന്നാമത് എന്ത് ചെയ്യാണ്, ആളുകൾ ഇത് കണ്ടിട്ട് അവരുടെ കയ്യിലുള്ള പശുവിനൊക്കെ എന്ത് ചെയ്യാണ്, ആ ഒരു പുൽമേട്ട് വന്നിട്ട് കെട്ടിയിടാന്ന് വിചാരിക്കുക. ഇവിടെ എക്സാക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി റൈറ്റും കാര്യങ്ങളില്ല, കാരണം കോമൺ റിസോഴ്സാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഓരോ തവണ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പശുവിനെ കെട്ടിയിടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഒരു പുല്ലിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ, ഓവർ യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കും, ആ ഒരു ഗുഡിന്, ആ ഒരു കോമൺ ഗുഡ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു ട്രാജഡിയിലേക്ക് പോകാണല്ലേ ചെയ്യുന്നത്, മൊത്തത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. അദ്ദേഹം എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുൽമേടിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നോ രണ്ടോ പശുക്കൾ, അതായത് ഒരുപാട് പശുക്കൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ആരും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മറ്റേ ഫാമറിനോട് നിനക്ക് ഇവിടെ കെട്ടിയിടാനുള്ള അവകാശമില്ല, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കോമൺ ഗുഡാണ്, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വ്യക്തമായിട്ടുള്ള പ്രോപ്പർട്ടി റൈറ്റ് ഇല്ലാതിരിക്കെ കോമൺ ഗുഡ് ആയിരിക്കും എന്ത് സംഭവിക്കുന്നു, അവിടെ അതിനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിലാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്, ട്രാജഡി ഓഫ് കോമൺസിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം കോമൺ ഗുഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ റൈവൽ ആയിരിക്കും. അതായത് നമ്മുടെ നാട്ടിലൊരു കുളം സങ്കല്പിക്കുക, അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഷ് ഉണ്ടാവുള്ളൂ. ദെൻ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, അതായത് പ്രൈവറ്റ് ഗുഡ് അല്ല, മറിച്ച് പബ്ലിക് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കുളമാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, മീൻ പിടിക്കാം. എന്നാൽ എന്ത് ചെയ്യും, ഒരു ലിമിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫിഷ് തീർന്നു പോകും അല്ലേ. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ഗുഡ്, അത് നോൺ എക്സ്ക്ലൂഡബിളും നോൺ റൈവലുമാണ്. അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീരുന്നില്ല, ഞാൻ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വേറൊരാൾക്ക് കിട്ടാതിരിക്കുന്നില്ല. അതുപോലെ തന്നെ എന്നെയും അതുപോലെ തന്നെ അയാളെയും ഒരിക്കലും നിങ്ങളിത് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി നിർത്തുന്നുമില്ല. ഇതിനാണ് നമ്മളെന്ന് പറയാം നോൺ എക്സ്ക്ലൂഡബിൾ എന്ന് പറയാം. സോ ഇതിലെന്താണ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാണ്
കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് കേട്ടോ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ക്ലിയർ ആണല്ലോ. സോ നമ്മളിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചെയ്തിടാവുന്നതാണ് കേട്ടോ. സോ എന്തായാലും ഞാനെന്തായാലും ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് ഞാനെന്തായാലും റിപ്ലൈ തരും. ഞാനൊക്കെ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, എന്തെങ്കിലും വേറെ ഏതെങ്കിലും ടോപ്പിക്സ് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാം. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഗൈസ്. ഓൾ ദ വെരി ബെസ്റ്റ്.